മലയാളത്തിൽ ഒരുപാട് സംവിധായകരുണ്ട്. ഷാഫി, പ്രിയദർശൻ, ഷാജി കൈലാസ്, സത്യൻ അന്തിക്കാട്, ബേസിൽ, ശ്രീനിവാസൻ, ഇങ്ങനെയൊക്കെ. ഇപ്പം പക്ഷെ ഇവരുടെ ജോണേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം കോമഡി ആണെങ്കിൽ പ്രിയദർശൻ, ആക്ഷൻ ആണെങ്കിൽ അമൽ നീരദ്, പിന്നെ സത്യൻ അന്തിക്കാടിന്റെ ഡ്രാമ ടൈപ്പ്. പക്ഷെ ഇവയിലൊന്നും പെടാതെ എന്നാൽ ഇവയെല്ലാം കൈതൊട്ട ഒരാളുണ്ട്, ജയരാജൻ. നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് ഡയറക്ടർ ജയരാജനെ കുറിച്ചാണ്. 1998 മികച്ച ഡയറക്ടറിനുള്ള നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി കളിയാട്ടം എന്ന ചിത്രത്തിന്. പിന്നീടും അദ്ദേഹത്തിന് നിരവധി നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹം ഒരുപാട് ആർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പരിസ്ഥിതി സിനിമയായിട്ടുള്ള ഒറ്റാല്, പിന്നെ സ്നേഹം, ദേശാടനം തുടങ്ങിയവയൊക്കെ. ഇപ്പം നവരസ സീരീസിലെ 8 സിനിമകളോളം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബാക്കി 2 സിനിമകൾ അദ്ദേഹം ചെയ്യാനിരിക്കുകയാണ്. നമുക്ക് ആർട്ട് ഫിലിമുകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യൽ സിനിമകൾ നമുക്കൊന്ന് ചെറുതായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഇദ്ദേഹത്തിന്റെ മാത്രം മൂവീസ് ഒന്ന് കണ്ടു നോക്കി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജോണി വാക്കർ, പിന്നെ കളിയാട്ടം, ഹൈവേ, തിളക്കം, അശ്വാരുടൻ, ലൗഡ് സ്പീക്കർ തുടങ്ങിയ മൂവീസൊക്കെ എടുത്തപ്പോഴത്തേക്കും, പിന്നെ കൂടാതെ ഒരു പ്രധാനപ്പെട്ട മൂവിയുണ്ട് ഫോർ ദ പീപ്പിൾ. ഇതൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എല്ലാ ജോണേഴ്സിലും അദ്ദേഹം കൈതൊട്ടിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം കണ്ടത് ജോണി വാക്കറാണ്. ആ ജോണി വാക്കർ കണ്ടൊരു മൂടേ അല്ല കളിയാട്ടം കണ്ടപ്പോൾ. കളിയാട്ടത്തിന് ശേഷം ഇപ്പം തിളക്കം കാണുകയാണെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ലൗഡ് സ്പീക്കർ കാണുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്നില്ല, എല്ലാം പ്രത്യേകം ഓരോ മേഖല അദ്ദേഹം ടച്ച് ചെയ്തിട്ടുണ്ട്. ഫോർദോപ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് കിട്ടിയ ഒരു ഓളമുണ്ട്, അതിപ്പം കാണുകയാണെങ്കിൽ നമുക്ക് സെയിം ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലെ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയേ വേണ്ട. ഭയങ്കര എന്താ പറയാ, കുഞ്ഞു കുട്ടികൾ വരെ ഇപ്പം കൂടി പാടി കിടക്കുന്ന പാട്ടുകളാണ്. പാട്ടുകളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വേറൊരു മൂവി ഓർമ്മ വന്നത്, മില്യൻ സ്റ്റാർസ്. അതിലെ എല്ലാ പാട്ടുകളും നല്ല ഹിറ്റായിരുന്നു. അതായത് മഹാഗണപതി, പിന്നെ ഓഹോ മുംബൈ, അങ്ങനെയുള്ള കുറേ പാട്ടുകൾ. ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലെയും പാട്ടെടുക്കുകയാണെങ്കിൽ പാട്ടുകൾ മാത്രമായിട്ട് നമുക്കൊരു എപ്പിസോഡ് തന്നെ ചെയ്യാൻ പറ്റും. പറഞ്ഞു വന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ മൂവിയിലെയും സോങ് പറയേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോണി വാക്കറിലെ ശാന്തമീ രാത്രികൾ, പിന്നെ കളിയാട്ടത്തിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, അങ്ങനെ പറഞ്ഞ് നമുക്ക് തീരാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകളൊന്നും. നമ്മൾ മലയാളികൾ വിവിധ ലാംഗ്വേജിലുള്ള സിനിമകൾ തപ്പിപ്പിടിച്ചു പോകുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും മലയാളത്തിൽ നമ്മൾ കാണാതെ പോകുന്ന കുറേ സംവിധായകരുടെ മൂവിയുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ജയരാജന്റെ മൂവീസ്. എന്തായാലും അദ്ദേഹത്തിന്റെ മൂവീസൊക്കെ ഒന്ന് കണ്ടാൽ നമുക്ക് വേറൊരു ഫീല് കിട്ടും. ജയരാജന്റെ എല്ലാ മൂവീസും കണ്ടവര് ഒന്ന് കമന്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക.